ഈ ഞാനൊക്കെ ഇല്ലേ ഡയറ്റ് തുടങ്ങും ഒരു 2 ദിവസം. 3-ാമത്തെ ദിവസം എന്താവും? ഉമ്മ വരും. അതൊരു വരുത്തല്ല കേട്ടോ. ഉമ്മയുടെ കയ്യിൽ നമ്മുടെ ഒരു വീക്ക്നെസ് കൂടി ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ മുന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു ഡയലോഗ് കൂടി ഉണ്ടാവും. എന്നാ എന്നാ ഇതങ്ങ് തിന്നോട്, ഇതൊന്നും അങ്ങ് തിന്നുമ്പോഴത്തേക്ക് ഞപ്പാട് തടിച്ചൊന്നും പോവല്ല, അങ്ങ് തിന്നോട്, ഡയറ്റ് ഒന്നും ആയി പോവൊന്നുമില്ല, ഇത് ഈ ചെറിയ ഇതൊന്നും തിന്നുമ്പോഴത്തേക്ക് ഞാൻ എന്തായി പോവാനാ, ഒരിക്കലും രണ്ടിടം തിന്ന ഒരു കുഴപ്പം ഉണ്ടാവൂല. ആടെ ഞാൻ എന്താവും? പെടും. അതൊന്ന് മേടിച്ചിട്ട് തിന്നുന്നല്ല പ്രശ്നേ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ 2 ദിവസത്തെ ഈ ഒരു ഡയറ്റ് കൺട്രോള്, ഷുഗർ കൺട്രോള്, എല്ലാ കൺട്രോളും അങ്ങോട്ട് ഇല്ലാണ്ടാവും. അതുമല്ല, അക്കാലം വരെ പുറത്തെ ഫ്രിഡ്ജിന്റെ അകത്തുള്ള ഐസ്ക്രീം ഡബ്ബേന്റെ അകത്ത് കടലയോ മല്ലിച്ചപ്പോ അതും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പത്തെ ചമ്മന്തിയോ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എപ്പം നമ്മൾ ഡയറ്റ് കൺട്രോൾ, ഷുഗർ കൺട്രോൾ തുടങ്ങുന്നോ അന്ന് ആ ഐസ്ക്രീം ഡബ്ബയിൽ ഐസ്ക്രീം ഉണ്ടാവും. വല്ലാത്ത മതി. പിന്നെ ഈ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ ഈ അരിഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്ത് ഒരു 1 month ആവാനായ സമയത്ത് ഒരു മോർണിംഗ് ഒരേലുമ്മ പുട്ടും പഴം ഇങ്ങനെ കുഴച്ച് തിന്നുന്നു. ഞാനാണല്ലോ മറ്റേ ഈ ആടൊക്കെ തിന്നും പോലെ മറ്റേ അതും ഇതൊക്കെ ആയിരുന്നു തിന്നുന്നത്. അപ്പൊ സത്യം പറഞ്ഞാല് എനിക്ക് ഈ പുട്ടും പഴമൊന്നും വലിയ ഇഷ്ടമുള്ള സംഭവമല്ല. പക്ഷെ അന്ന് എനിക്ക് ആക്രായിട്ട് പുട്ടും പഴത്തിനും എനിക്ക് ആക്രായിട്ട് ചിന്തിക്കണം. പുട്ടും പഴത്തിന് ആക്രായിട്ട് ഞാനിങ്ങനെ ഉമ്മാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുക. അപ്പൊ ഉമ്മ എന്നാ എനിക്ക് വേണാ, എന്നാ ഒരു ഭയം വാങ്ങിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഡയറ്റ് എടുക്കുമ്പോൾ ഒരു ഇതെന്ന് വെച്ചാല് നമ്മുടെ ഈ ബേക്കറി ഐറ്റംസ്, ഷുഗർ ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്ന പോലെ തോന്നും. പാമനെ ബാ ഒന്ന് വന്ന് തിന്നിട്ട് പോടെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിളിക്കും പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് അതിനോടൊക്കെ കുറച്ചൊരു അതിയായ ആഗ്രഹം വരും. പക്ഷെ നമ്മൾ എന്താക്കരുത്? പോകരുത്.